നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാംഗ കലാകാരിയായിട്ടുള്ള തത്സുഗി ജൂലൈ 5-ന് രാജ്യത്ത് വൻ പ്രകൃതി ദുരന്തം നടക്കുമെന്ന് പ്രവചിച്ചതിന്റെ അങ്കലാപ്പിലായിരുന്നു സത്യത്തിൽ ജപ്പാൻ ജനത. ജപ്പാനിലെ മലയാളികളടക്കമുള്ള പ്രവാസികളും വലിയ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ജോലിക്കായി വളരെ സമാധാനത്തോടുകൂടി മറ്റൊന്നും സംഭവിക്കാത്ത റോഡിലൂടെ നടന്നു നീങ്ങുന്ന മലയാളികളുടെ ദൃശ്യങ്ങളും മലയാളികളുടെ ഓഡിയോ സന്ദേശവും വീഡിയോയും ഒക്കെ തന്നെ സമൂഹ മാധ്യമത്തിൽ സമാധാനത്തിന്റെ ഒരു സന്ദേശം തന്നെയാണ് നൽകിയത്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, സമാധാനമായിട്ടിരിക്കുന്നു, സുഖമായി തന്നെ ഇരിക്കുന്നു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളിയായിട്ടുള്ള പ്രവാസികളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ജപ്പാനിൽ പ്രകൃതി ദുരന്തങ്ങൾ അത്ര അസാധാരണമായ സംഭവമല്ല. റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ചെറുതും വലുതുമായ ഭൂചലനങ്ങളും സുനാമികളും ജപ്പാനെ പല കാലങ്ങളിൽ കടന്നാക്രമിച്ചിട്ടുണ്ട്. പല കൊടുങ്കാറ്റുകളും രാജ്യത്തെ വന്ന് വീശിയടിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജപ്പാനിലെ മറ്റൊരു ദുരന്ത സാധ്യത അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അനേകം അഗ്നിപർവ്വതങ്ങളുള്ള നാടുകൂടിയാണ് ജപ്പാൻ. ഇതിലൊന്നായ ഷിൻമൊഡാഗെ പർവ്വതം കഴിഞ്ഞ ബുധനാഴ്ച പൊട്ടിത്തെറിച്ചിരുന്നു. ജപ്പാനിലെ ക്യൂഷു ദ്വീപിലുള്ള കിരീഷിമ പർവ്വതനിരകളിൽപ്പെട്ടതാണ് ഈ പർവ്വതം. ആകാശത്തേക്ക് പുക ഉയരുകയും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി ഭീഷണി ലെവൽ മുന്നിലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു. മേഖലയിലുള്ള ജനങ്ങളോട് വീടുകളിൽ തന്നെ കഴിയാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ എല്ലാ ശ്രദ്ധയും ജപ്പാനിലെ മറ്റൊരു അഗ്നിപർവ്വതത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ജപ്പാനിലെ പ്രശസ്ത പർവ്വതമായ ഫുജിയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. വെറുമൊരു പർവ്വതമല്ല ഇത്. ജപ്പാന്റെ ആത്മീയ മണ്ഡലത്തിൽ സ്ഥാനമുള്ള ഈ പർവ്വതം ആ രാജ്യത്തെ തന്നെ ചിഹ്നങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ലോകമെമ്പാടും തിരിച്ചറിയപ്പെടുന്ന ഒരു അഗ്നിപർവ്വതം കൂടിയാണ് ഇത്. 1707 ഫുജി അവസാനം ഒരു ഭീകര പൊട്ടിത്തെറി നടത്തിയത്. ഇന്നത്തെ ടോക്കിയോ ഉൾപ്പെടുന്ന എഡോ മേഖലയ്ക്ക് മുകളിൽ ചാരം പൊതിയാൻ ഈ പൊട്ടിത്തെറി അന്ന് ഇടവരുത്തിയിരുന്നു. ആകാശം കറുത്തുവെന്നാണ് ഇതിനെപ്പറ്റി ദൃക്സാക്ഷികൾ പറയുന്നത്. കടുത്ത വിളനാശത്തിനും ക്ഷാമത്തിനും നദീജല മലിനീകരണത്തിനും തന്നെ ഈ പൊട്ടിത്തെറി വലിയ കാരണമായിരുന്നു. ഫുജി പർവ്വതത്തിന്റെ ആകൃതിയും ഇതുമൂലം മാറി. 3.776 കിലോമീറ്റർ ഉയരമുള്ള പർവ്വതത്തിന്റെ ആകൃതിയൊക്കെ തന്നെ ഘടനയാണ് അതിനെ പ്രശസ്തമാക്കിയത്. 3 നൂറ്റാണ്ട് മുൻപാണ് ഇതിന്റെ അവസാന വലിയ പൊട്ടിത്തെറി നടന്നത് എങ്കിലും ഇന്നും സജീവമായ ഒരു പർവ്വതമാണ് ഇത്. നിലവിൽ പൊട്ടിത്തെറിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും ടോക്കിയോയിൽ സംഭവിക്കുക എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഒരിക്കലും തളരാത്ത ആത്മധൈര്യം ജപ്പാന്റെ പൈതൃകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനുള്ള കഴിവും ഈ രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. ദുരന്ത സാധ്യതകളാൽ ചുറ്റപ്പെട്ട് കിടന്നിട്ടും അവർ അതിനെ അതിജീവിക്കാനുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും ദീർഘകാലമായി നടത്തിവരുന്നു. അതിനിടയിലേക്കാണ് തത്സുഗി പോലെയുള്ള ഒരു പ്രവാചക പറഞ്ഞതുകൊണ്ട് നശിക്കുന്നതല്ല ഞങ്ങളുടെ കരുത്തും ആത്മധൈര്യം എന്ന വീണ്ടും ആവർത്തിച്ചു കാണിക്കുകയാണ് ജപ്പാൻ ജനത. ഇതിന്റെ ഭാഗമായി കുട്ടികളെയും ദുരന്ത പ്രതിരോധം പഠിപ്പിക്കാറുണ്ട്. 2011 ഭൂകമ്പ സുനാമി വേളയിലും ജാപ്പനീസ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ച സമചിത്തതയും പരസ്പരമുള്ള കരുതലും ലോകശ്രദ്ധ നേടിയിരുന്നു. അടുത്തുള്ള സംഭവങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു 2011 ജപ്പാനിൽ സംഭവിച്ച ടൊഹോഗു ഭൂകമ്പവും സുനാമിയും. 19,759 പേരാണ് അന്ന് ഈ പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. സമീപകാലങ്ങളിൽ ഗറില്ല റെയിൻഫോൾ എന്ന പ്രതിഭാസവും ജപ്പാനിൽ ഉണ്ടായി. ഒരു സ്ഥലത്ത് പെട്ടെന്ന് മഴ വരികയും ദുരിതം വിതയ്ക്കുകയും ചെയ്യുന്നു. പിന്നീട് അതങ്ങ് മാറുന്നു. എന്നാൽ ആ ദുരന്തമെന്ന് പറയുന്നത് ചെറിയ ദുരന്തമല്ല. അതിനെയാണ് ഗറില്ല റെയിൻഫാൾ എന്ന് അറിയുന്നത്. ഡേ കെയർ സെന്ററുകൾ മുതൽ ജപ്പാൻ കുട്ടികളെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു വരാറുണ്ട്. പ്രൈമറി, ഹൈസ്കൂൾ തലത്തിലും ദുരന്ത നിവാരണ വിദ്യാഭ്യാസം ജപ്പാൻ നൽകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വരാൻ സാധ്യതയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ പറ്റിയും അവയെ തടുക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം വിവരങ്ങൾ നൽകുന്ന ലഘുലേഖകൾ ജാപ്പനീസ് അധികൃതർ ആളുകളുടെ വീടുകളിൽ എത്തിക്കാറുണ്ട് കൃത്യമായി. അതുകൊണ്ട് തന്നെയാണ് തത്സുഗിയുടെ പ്രവചനം വന്ന ദിവസം മുതൽ തന്നെ ശാസ്ത്രീയമായി ഇതിനൊരു അടിത്തറയില്ല, അതുകൊണ്ട് ആരും ഭയക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് ആവർത്തിച്ച് ജനത്തോട് അവിടെയുള്ള സർക്കാർ പറഞ്ഞത്. പക്ഷേ ചില വീഡിയോകളും സന്ദേശങ്ങളും
2011 സുനാമിയും ഒക്കെ തന്നെ ഭയമുള്ളതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഭയന്നാണ് ജനങ്ങൾ പലരും അവിടെ നിന്ന് മാറി താമസിക്കാൻ ഇടയുണ്ടായത്. പലരും ഫ്ലൈറ്റ് അടക്കം ബുക്ക് ചെയ്യാതെ നിർത്തലാക്കിയതും ഒക്കെ തന്നെ ഇതുകൊണ്ട് തന്നെയാണ്. ഒരു റിസ്ക് എടുക്കാൻ തൽക്കാലം ഇപ്പോൾ കെൽപ്പുള്ള സാഹചര്യമല്ല. പ്രവചനം നടന്നില്ലെങ്കിൽ അത്രയും സന്തോഷം, നടക്കാതിരുന്നാൽ അത്രയും സമാധാനം. അതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടേണ്ടതില്ലല്ലോ, പിന്നീട് തന്റെ ജീവിതവും കുടുംബവും കെട്ടിപ്പടുക്കാൻ ജീവനെങ്കിലും ബാക്കി അവശേഷിക്കുമല്ലോ എന്നുള്ള വിശദീകരണമായിരുന്നു അവിടുത്തെ ജനത തന്നത്. എന്തായാലും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ തന്നെയാണ് അവിടെ പറക്കുന്നത്. മറ്റ് ദുഃഖങ്ങളോ ദുരന്തങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും അവിടെ ഈ മൗണ്ട് ഫുജി എന്ന് പറയുന്ന ജപ്പാന്റെ ഐശ്വര്യവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ജപ്പാന്റെ അടയാളവും ഒക്കെ തന്നെ ഇപ്പോഴും ഒരു ഭീതിയായി നിൽക്കുന്നു എന്നുള്ള പഠനം കൂടി പുറത്തു വരികയാണ്.